മദ്യത്തിന്റെ വാതിൽപ്പടി വിതരണ പദ്ധതിയിൽ ഉറച്ച് ബെപ്കോ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഈ പ്രതികരണത്തിൽ നിന്ന് MD ഹർഷിത അട്ടല്ലൂരിയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. മാതൃഭൂമി ന്യൂസിലൂടെയാണ് ആ പ്രതികരണം വരുന്നത്. ആർ അനന്തകൃഷ്ണ വിവരങ്ങളുമായി തുടരുന്ന അനന്തൻ, ഈ മദ്യ ഉപഭോഗവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ ഏറെക്കാലമായി നടക്കുന്നതാണ്. ഇപ്പോഴിത് കൂടുതൽ പേരിലേക്ക് മദ്യം എത്തില്ല. ഇപ്പോൾ തന്നെ ഉപയോഗം നടക്കുന്നുണ്ട്. അവർ വീട്ടിൽ പോയാണല്ലോ മദ്യപിക്കുന്നത്. ഇപ്പോൾ എന്തായാലും പൊതുസ്ഥലങ്ങളിൽ മദ്യപിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ വിതരണം ചെയ്ത് തെറ്റില്ല എന്നാണ് ഹർഷിത അട്ടല്ലൂരി വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഒരു പ്രോഗ്രസീവായ ഒരു സമൂഹത്തിൽ ഇതൊക്കെ സാധാരണ നിലയിലെ ഭക്ഷണം ഉൾപ്പെടെ ഓൺലൈനായി വിതരണം ചെയ്യുന്നുമുണ്ട് എന്നടക്കം അവർ സംസാരിക്കുകയും ചെയ്തു. ഈ മദ്യവിതരണവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോഴത്തെ ഒരു ബെപ്കോയുടെ നിലപാട്? എന്ന് മുതൽ ഇത് പ്രാവർത്തികമാകും? രതീഷ്, ഈ പുതിയ പദ്ധതി ഹോം ഡെലിവറി എന്ന് പറയുന്ന പുതിയ സംവിധാനം അത് ബെപ്കോ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. മാത്രമല്ല, നിലവിൽ മദ്യോപഭോഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കപ്പുറം ഈ ഹോം ഡെലിവറി വരുമ്പോൾ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല എന്നാണ് ബെപ്കോയുടെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് ഇത് കൂടുതൽ സൗകര്യപ്രദമാകും എന്നതിനപ്പുറം മറ്റ് മദ്യോപഭോഗം വർദ്ധിക്കാനോ അതല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് ബെപ്കോ MD മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. മാത്രമല്ല, ബെപ്കോയ്ക്ക് ഇതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഷോപ്പുകളുടെ എണ്ണം കുറവാണ്. ആ ഷോപ്പുകളിലെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ തിരക്കും കൂടുതലാണ്. ആ തിരക്ക് നിയന്ത്രിക്കുക, മറ്റുള്ളവർക്ക് ശല്യമാകുന്ന രീതിയിൽ, പൊതുസമൂഹത്തിന് ശല്യമാകുന്ന രീതിയിലുള്ള ക്യൂ സംവിധാനം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന്, അധികമായ വരുമാനം, ഏതാണ്ട് 500 കോടിയിലധികം രൂപയുടെ അധിക വരുമാനം ഹോം ഡെലിവറി വഴി ലഭിക്കും എന്നാണ് പറയുന്നത്. ഏതായാലും ബെപ്കോ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അതിന് സർക്കാരിന്റെ അനുമതി ആവശ്യമില്ല. അതിന്റെ ആപ്പ് 10 ദിവസത്തിനകം തയ്യാറാകും. പിന്നീട് നമുക്ക് ഈ മദ്യം വാങ്ങിക്കേണ്ടുന്നവർക്ക് അതിൽ ബുക്ക് ചെയ്ത് പണവും അടച്ച് കൃത്യം അവിടെ പോയി അത് വാങ്ങിക്കൊണ്ട് പോകാം. അതായത് ക്യൂ നിൽക്കാതെ തന്നെ വാങ്ങിക്കാം. ഇനി ഹോം ഡെലിവറി സർക്കാർ അനുവദിക്കുമ്പോൾ ഈ ആപ്പിൽ തന്നെയാകും അതിനുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നത്. അപ്പോൾ എതിർക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ബെപ്കോ ഇപ്പോഴും ഉള്ളത്. ഈ കാര്യങ്ങൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തി അനുമതി വാങ്ങിച്ചെടുക്കാനുള്ള ഒരു നീക്കമാണ് ബെപ്കോയുടെ ഭാഗത്തു നിന്നുള്ള നിലപാട്. അതിനൊപ്പം തന്നെ ഈ ആപ്പിന്റെ സോഫ്റ്റ്വെയറിന്റെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ബെപ്കോ മുന്നോട്ട് പോവുകയാണ്. അതേതാണ്ട് അവസാന ഘട്ടത്തിലുമാണ്. രതീഷ്, ആർ അനന്തകൃഷ്ണനാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. ഇനി ഓൺലൈനിലൂടെ ബെപ്കോ മദ്യം ലഭിക്കും. അതിന്റെ നടപടികളുമായി ബെപ്കോ മുന്നോട്ട് പോവുകയാണ്.